ആശാവർക്കർമാരുടെ സമരത്തെ CPM ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. എന്താ അതിന് കാരണം? അത് അവരുടെ സമരം അല്ലാത്തതുകൊണ്ട്. ആ സമരം സ്പോൺസർ ചെയ്യുന്നത് SUCI ആണ്. അതാണ് ഈ പാട്ടകലിക്കുന്നവരുടെ സമരം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആരോ അത് തുറന്ന് തന്നെ പറഞ്ഞു. SUCIയും പ്രോബബ്ലി SDPIയും അതിൻ്റെ പുറകിലുണ്ട് എന്ന് CPM കരുതുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സമരം അത് ചർച്ചയിലൂടെ എന്തെങ്കിലും അവർക്ക് കൂട്ടിക്കൊടുക്കുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫലത്തിൽ ഇതിൻ്റെ പുറകിലുള്ള സംഘടനകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. നാളെ SUCI നേതൃത്വത്തിലായിരിക്കും ആശാവർക്കർമാർ കൂടുതലും സംഘടിക്കുക. അപ്പോൾ അത് CPMന് നഷ്ടമായിട്ട് വരും. അതുകൊണ്ട് ചില്ലി പൈസ ആശാവർക്കർമാർക്ക് കൊടുക്കില്ല. എന്ത് വന്നാലും ശരി അവർ കൊടുക്കില്ല. ഇതാണ് അതിൻ്റെ കാരണം. അത് ഒരു പ്രത്യേക കുരുക്കാണ് SUCI ചെയ്തതും. ഇത് കണ്ടുകൊണ്ടാണ്, മുൻകൂട്ടി കണ്ടിട്ടാണ് ഒരു SUCIയുടെ പേരിൽ ആൾക്കാരെ സംഘടിപ്പിക്കാതെ SUCI ആണ് പിന്നിലെന്ന് കാണിക്കാതെ അവർ സമരം നടത്താൻ കാര്യം ഇതാണ്. അവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സമരത്തിൻ്റെ കഥ കഴിഞ്ഞു എന്ന് അവർക്കറിയാം. അവർ പേര് പുറത്തു വരാതെയാണ് സംഘടിപ്പിച്ചത്. പക്ഷേ സംഘടിപ്പിച്ചു കഴിയുമ്പോൾ ആരായാലും നോക്കൂല ആരും ഇതിൻ്റെ പിന്നിൽ. ആരും ഇല്ലാതെ ഒരു സംഘടന തന്നെത്താനെ ഉണ്ടാവുന്നില്ല എന്നാണ് പൊതുവേ രാഷ്ട്രീയക്കാരുടെ ഒരു കൺസെപ്റ്റ്. അതാണ് ആരെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും സംഘാടകരായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ടാവണം. അല്ലാതെ ആ മിനിയൊക്കെയാണ്. മിനിക്കൊന്നും ഇത്ര ആൾക്കാരെ കൂട്ടാനുള്ള കപ്പാസിറ്റി ഇല്ലയെന്ന്. അതുകൊണ്ട് അത് അന്വേഷിക്കുക കൃത്യമായിട്ട്. അങ്ങനെ അവർ അന്വേഷിച്ച് കഴിയുമ്പോൾ മനസ്സിലായി SUCIയിൽ ബസ് സ്റ്റാൻഡിൽ പാട്ടകലിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, അവരാളെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലായി SUCI ആണ്. അതോടെ അവർ തീരുമാനിക്കും ഇനി ഈ സമരത്തിന് 5 പൈസ കൊടുക്കില്ല. അവർ പാരലൽ സമരം നടത്തി നോക്കി. പാരലൽ ആശാവർക്കേഴ്സിനെ കൂട്ടിയിട്ട് ആലപ്പുഴയിൽ അവർ ഒരു യോഗമൊക്കെ വിളിച്ചെങ്കിലും അത് ക്ലച്ച് പിടിച്ചില്ല. ഇവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വയാമീഡിയ കണ്ടെത്തും രാഷ്ട്രീയക്കാർ, അവർക്കും ഇവർക്കും കേടില്ലാത്ത രീതിയിൽ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അവർ മസിൽ പിടിച്ച് നിൽക്കുകയാണ് CPM. ഒരു കാരണവശാലും അവർക്ക് കീഴടങ്ങരുത്, 5 പൈസ കൊടുക്കരുത്. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യം സമരം പിൻവലിക്കാൻ പറയുക, എന്നിട്ട് 6 മാസം കഴിയുമ്പോൾ കൊടുക്കാമെന്ന് പറയുക. 6 മാസം കഴിയുമ്പോൾ ഒരു സൂചനാ സമരം CITU ഓർഗനൈസ് ചെയ്യും. അതിൻ്റെ അവരെ അപ്പം തന്നെ ചർച്ചയ്ക്ക് വിളിക്കും. ആ ചർച്ചയിൽ ടപ്പെന്ന് പറഞ്ഞ തീരുമാനമായിട്ട് കൊടുക്കും. ഇങ്ങനെയേ അത് തീരുള്ളൂ. അല്ലാതെ ഇവരിനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അല്ല, കഴിഞ്ഞ ദിവസം ഇപ്പോൾ അവർ സെക്രട്ടേറിയറ്റിൽ ആ മഴയത്തും വെയിലത്തും നിന്നപ്പോൾ സുരേഷ് ഗോപി വന്ന് അവർക്ക് കൊടയും കോട്ടൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഇന്നലെ തന്നെ CITUവിൻ്റെ നേതാക്കന്മാരൊക്കെ ഭയങ്കര മോശമായിട്ട് അതിനെ വിമർശിക്കുകയൊക്കെ ഉണ്ടായി. വേറെ ഉമ്മ കൊടുത്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതൊക്കെ ഒരു മര്യാദയുടെ CITUവിൻ്റെ അടുത്ത് മര്യാദ ഒന്നും പ്രതീക്ഷിക്കരുത്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ കുറച്ചുകൂടെ മയപ്പെട്ടിട്ടേ ഉള്ളൂ CITU. ഇപ്പം ഈ ഭാഷയൊക്കെ പറഞ്ഞത് വളരെ കുറവാണ്. CITU ഉപയോഗിക്കുന്ന ഭാഷയൊന്നുമല്ല. CITU മാത്രമല്ല, പൊതുവെ ട്രേഡ് യൂണിയൻസ് വളരെ മോശം ഭാഷ ഉപയോഗിക്കും കേരളത്തിൽ. അതിൽ അഗ്രഗണ്യനായിരുന്നു. നമ്മളുടെ TV ചർച്ചകളിലൊക്കെ അദ്ദേഹം അത്ഭുതകരമെന്ന് പറഞ്ഞിട്ട് വളരെ ശാന്തനും നിരുപദ്രവകാരിയായിട്ട് കേരള മനുഷ്യനായിരുന്നു. മരിച്ചുപോയി. വേറെ ആനത്തലവട്ട ആനന്ദൻ. അദ്ദേഹം KSRTC MDയെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മനോരമ മാതൃഭൂമിക്കാർക്കൊക്കെ പീ നടക്കി മ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ രീതിയിൽ അങ്ങനെയാണ് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ സ്വഭാവം. ആ ഭാഷ അവരുപയോഗിക്കും. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് അത്ഭുതമില്ല. പൊളിറ്റിക്സ് ഇതാണ്. SUCI ആണ് ബേസിക്കലി ഇതിൻ്റെ പുറകിൽ. ഒരുപക്ഷെ SDPIയും കണ്ടേക്കാം. ഇൻസിഡൻ്റലി SDPI നേതാവിനെ ഇന്ന് പോപ്പുലർ ഫ്രണ്ട് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, SDPIയുടെ സംസ്ഥാന നേതാവിനെ. അപ്പോൾ അതുകൊണ്ട് SDPI ചിലപ്പോൾ ഒന്ന് പുറകോട്ട് മാറും. ബട്ട് SUCI എത്രയോ കാലമായിട്ട് കേരളത്തിൽ അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അവകാശപ്പെട്ട് നടക്കുന്നവരാണ്. പൊതുവേ നിരുപദ്രവകാരികളാണ്. ഈ പാട്ടപ്പിരിവ് നടത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചില്ലറയുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക, അതിലവർക്ക് പരാതിയൊന്നുമില്ല.
അപ്പോൾ അവരുടെ ഒരു ശിവദാസ് ഘോഷ് ഉണ്ട്, ഉം. അവരുടെ നേതാവ്. അദ്ദേഹം മരിച്ചുപോയി എന്ന് തോന്നുന്നു. ശിവദാസ് ഘോഷിൻ്റെ കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം. ഉം. ഈ നമ്മുടെ നാട്ടിൻപുറത്ത് പറയില്ലേ, ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണം. ഇത്രയും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ശിവദാസ് ഘോഷിൻ്റെ കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അത് കുടിച്ചാലേ മോക്ഷം കിട്ടുള്ളൂ എന്നാണ് SUCI പറയുന്നത്. പാവം, അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ അവർക്കൊരു അവകാശമുണ്ടല്ല. ആത്മാർത്ഥതയുള്ള കുറേ പ്രവർത്തകരും അവർക്കുണ്ട് എല്ലാ സ്ഥലത്തും. അപ്പോൾ അവർ ഇത് ഓർഗനൈസ് ചെയ്തു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ തകരാറ്. അതല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതിനു മുമ്പേ എന്തെങ്കിലുമൊക്കെ കൊടുക്കൽ വാങ്ങൽ ചെയ്ത് അത് സമരം നിർത്തിവെക്കുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ഈവൻ INTUC ആണ് ഈ സമരത്തിൻ്റെ പിന്നിലെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇളവ് ചെയ്യാൻ സർക്കാർ തയ്യാറായി വരും. ഇതിപ്പോൾ ഒരു അംഗീകാരവുമില്ലാത്ത SUCI, അതും ശിവദാസ് ഘോഷിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും അധികം ദേഷ്യമുള്ളത് മറ്റ് കമ്മ്യൂണിസ്റ്റുകളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്. നക്സലൈറ്റുകളെ ഏറ്റവും ക്രൂരമായിട്ട് നേരിട്ട 2 സർക്കാരുകൾ, ഒന്ന് കേരള സർക്കാരും പിന്നെ ഒന്ന് വെസ്റ്റ് ബംഗാളിലെ CPM സർക്കാരുമാണ്. ജ്യോതി ബസുവൊക്കെ വളരെ ക്രൂരമായിട്ട് നക്സലൈറ്റുകളോട് പെരുമാറിക്കളയും. കാരണം അവർക്ക് ഭീഷണിയായിട്ട് വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാൻ പാടില്ല. കോൺഗ്രസ് വന്നോട്ടെ, BJP വന്നോട്ടെ, ജനതാദൾ വന്നോട്ടെ, വേറെ ആര് വേണമെങ്കിലും വന്നോട്ടെ, കമ്മ്യൂണിസത്തിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ കളത്തിൽ കയറി ആരും കളിക്കരുത്, ആ കളം ഞങ്ങളുടെയാണ്. ഇതവർ പണ്ട് മുതലേ തുടരുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇതൊന്നും ഇതിപ്പോൾ CPM അല്ല കേരളം ഭരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ജനകീയ സമരങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വരേണ്ടത്. അയ്യോ, അതൊന്നും ഭീകരമായ കുഴപ്പമുണ്ടാക്കും. അവർക്ക് അവരുടെ അപാരമായ സംഘടനാ ശക്തി, പണം. ഇപ്പോൾ ഈ സമരം സംഘടിപ്പിക്കണമെങ്കിൽ പൈസ വേണം. ഇതിപ്പോൾ ആദ്യം ഇൻ്റലിജൻസ് അന്വേഷിക്കുന്നത് ഇതിനുള്ള പണം എവിടെ നിന്ന് വരുന്നു. ഇത്രയും ആൾക്കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇത്രയും ദിവസം കിടക്കണമെങ്കിൽ കാശ് വേണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ സംബഡി ഹൂ ഈസ് ഫൈനാൻസിങ് ദിസ് സ്ട്രൈക്ക്, അപ്പം അതിന് പിന്നിൽ ആരാണ്, ഇതൊക്കെ ഇവർ അന്വേഷിക്കും. ആദ്യം നോക്കുക, ആ സീക്വൻസ് നോക്കിയാൽ അറിയാം. ആദ്യം ഇവരുടെ സമരം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സച്ചിദാനന്ദൻ ഇവരെ അനുകൂലിച്ച് അവിടെ പോയി പ്രസംഗിച്ചു. അത് വലിയൊരു സിഗ്നലായിരുന്നു. അതായത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻറ്റോ എന്തോ ആണ് അദ്ദേഹം, വലിയ സാഹിത്യകാരനാണ്. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ പൂക്കാസ ഇപ്പുറത്താണ്, സമരക്കാരുടെ കൂടെയാണ് എന്നൊരു സന്ദേശം പോയി. സാധാരണഗതിയിൽ പൂക്കാസ ഒരു സമരത്തിലും പ്രത്യക്ഷ സമരത്തിൽ പങ്കെടുക്കാറില്ല. അവർ പിന്നിൽ അതിന് സൈദ്ധാന്തിക ഭാഷ്യങ്ങൾ ചമയ്ക്കും എന്നുള്ളതല്ലാതെ അവർ പ്രത്യക്ഷത്തിൽ റോഡിലേക്ക് ഇറങ്ങി സമരം ചെയ്യുക, പ്രസംഗിക്കുക ഇതിന് പോകാറില്ല. പക്ഷേ സച്ചിദാനന്ദൻ അത് ചെയ്തു. തൊട്ടടുത്ത ദിവസം പൂക്കാസ എന്ന് പറയുന്ന കുറേയധികം സ്ത്രീകൾ, എല്ലാവരും സ്ത്രീകളായിരുന്നു, അവരും സമരപ്പന്തലിൽ വന്നു, എന്തോ പ്രസംഗമൊക്കെ നടത്തി. പക്ഷേ അതിൽ പ്രൊമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ആരും ഉണ്ടായിരുന്നില്ല. പൂക്കാസയിലെ വനിതകൾ എന്നൊക്കെ പറഞ്ഞ് TV-ക്കാരും അങ്ങ് രക്ഷപ്പെട്ടു. ഏത് വനിത, KR മീരയാണോ ആരാണെന്ന് പറയണ്ടേ, അത് പറഞ്ഞില്ല, കാരണം അവരൊന്നും ഇല്ല. അപ്പോൾ പിന്നീട് ഇവരെ കാണുന്നില്ല, പൂക്കാസയെ കാണുന്നില്ല. അതായത് പാർട്ടി വിളിച്ച് പറഞ്ഞു കാണും, ഇത് വേണ്ടാത്തതിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. കാരണം ഇവർക്കൊക്കെ ഓരോ സ്ഥാനങ്ങൾ, ഇപ്പോൾ സച്ചിദാനന്ദന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, ഓരോരുത്തർക്കും ഓരോരുടെ സ്ഥാനമുണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ, NBS-ൽ, സാഹിത്യ അക്കാദമിയിൽ, അവിടെ ഇവിടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ്, പെണ്ണാങ്കട്ട, ഒരു കാറ്, യാത്രാപ്പടി, അത് ഇതൊക്കെ ആയിട്ട് എല്ലാവരും സർക്കാരിൻ്റെ പണം പറ്റി ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിന് തടസ്സം വരും എന്ന് വരുമ്പോൾ ഇവരെല്ലാം പുറകോട്ട് മാറും. ഇപ്പോൾ ഇതിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വന്നു, അദ്ദേഹം ഇന്നലെ പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലേ കേന്ദ്രത്തിൻ്റെ സൈഡിൽ നിന്നും? നേരത്തെ ആണെങ്കിൽ മുൻപിൻ നോക്കാതെ ഞാൻ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നങ്ങ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാരണം മാറ്റം ഉണ്ടാക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം ടേക്കപ്പ് ചെയ്തു. ഞാനിത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു പറഞ്ഞു. പ്രധാനമന്ത്രി തൃശ്ശൂർ പ്രസംഗിക്കുമ്പോൾ അത് പറഞ്ഞു, ഇവരുടെ കാശ് ഏറ്റവും വേഗം കൊടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തും. അപ്പോഴും എനിക്ക് തൃപ്തിയായില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ. ഞാൻ വിചാരിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു നേരത്തെ കൊടുക്കാൻ ശ്രമിക്കാം, ഇത് നേരത്തെ കൊടുക്കാൻ ശ്രമിക്കാം, ഓർഡർ പൈസ എന്ന് പറയണ്ടേ, ഇങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ഇവരുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പത്രസമ്മേളനം വന്നില്ലേ ലൈവായിട്ട്,
ടി വിക്കാരുടെ മുമ്പിൽ അവർ പത്രസമ്മേളനം നടത്തി. അവർ സാധാരണ പത്രക്കുറിപ്പേ ഇറക്കാറുള്ളൂ, സമ്മേളനമൊന്നും നടത്താറില്ല. പക്ഷെ അവർ സമ്മേളനം നടത്തി അവർ പറഞ്ഞു, ഇതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് PMLA കേസ്. അതിലെ പൈസ തിരിച്ചു കിട്ടാനും കുറേയധികം പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക, ബാങ്കിൽ പോവുക, അവിടെ നിന്ന് PMLA കോടതിയിൽ പോവുക, കോടതി ഉത്തരവ് വാങ്ങിച്ച് ബാങ്കിൽ കൊടുക്കുക, അത് അതിൻ്റെ കോപ്പി EDക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെ കുറച്ച് നടക്കാനുണ്ട് അതിൽ. അതാണ് ഈ താമസിക്കുന്നത്. പക്ഷേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ED പറയുന്നത് ഈ ബാങ്ക് സഹകരിക്കുന്നില്ല. ബാങ്ക് സഹകരിക്കാത്തതുകൊണ്ട് ഇവർക്ക് വീണ്ടും PMLA കോടതിയിൽ പോകേണ്ടി വരും. കോടതിയുടെ ഒരു നിർദ്ദേശം ബാങ്കിന് വരും, 15 ദിവസം ഈ സംഗതി ശരിയാക്കി തീർത്തോളണം ആൻഡ് റിപ്പോർട്ട് ബാക്ക് എന്ന് കോടതി പറയും. അപ്പോൾ ബാങ്കിന് പിന്നെ സഹകരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയായിരിക്കും ഇവിടെ പൈസ കിട്ടുക. അപ്പോൾ ഈ പ്രൊസീജിയർ മുൻകൂട്ടി കണ്ടിട്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഏറ്റവും വേഗത്തിലാക്കാൻ നോക്കാം എന്ന് പറഞ്ഞത്. കാരണം കോടതി ഇൻവോൾവ് ആയതാണ്, അതിൽ നമുക്കൊരു ടൈം ലിമിറ്റ് പറയാൻ പറ്റില്ല. ഏതായാലും കരുവന്നൂർ ബാങ്കിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിയ സ്ഥിതിക്ക് ഈ കാര്യവും ഈ ആശാ വർക്കേഴ്സിൻ്റെ കാര്യവും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ രക്ഷപ്പെട്ടു. അദ്ദേഹം അതിന് ഇമ്മീഡിയറ്റ് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കും. ഇപ്പം നാട്ടുകാരുടെ എല്ലാ ആവശ്യം എന്താ, ഡയറക്റ്റ്ലി ആ ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കണം. കാരണം PMO ഓഫീസിൻ്റെ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഇരുത്തിപ്പൊറപ്പിക്കില്ല മനുഷ്യർ. ജോലി ചെയ്യാതെ ഒരുത്തനും അവിടെ ഇരിക്കാൻ. എന്തായാലും സുരേഷ് ഗോപിയുടെ ഡൽഹി പോക്കോടുകൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ് ആശാ വർക്കർമാരുടെ ഈ വിഷയത്തിൽ ഒരു സുരേഷ് ഗോപി ഇത് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എത്തിക്കാൻ സക്സസ്ഫുൾ ആയാൽ ദെൻ ഇറ്റ് ഈസ് ഡൺ. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ വരണം. ആ വരാൻ വലിയ പ്രയാസമാണ്. കാരണം ഇത്രായിരം പ്രശ്നങ്ങൾ എനിക്ക് നമ്മളുടെ ഒരു ചെറിയ ആശാ വർക്കർ എന്ന് പറയുന്നത് ആ പ്രിയോറിറ്റിയിൽ വരണ്ടേ. അപ്പോൾ അത് വരുത്താൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കരുവന്നൂർ അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. ആ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കരുവന്നൂർ ചെറിയൊരു പ്രശ്നമാണ്. നോക്കിപ്പോൾ 128 കോടി രൂപ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം 128 കോടി രൂപ എന്ത് സാധനമാണ്. ഏതോ ബാങ്കിൽ എന്തോ കുഴപ്പം, ശരിയാ അങ്ങ് പോവുന്നത്. കാരണം അവിടെ ഇതിലും വലിയ പ്രശ്നങ്ങളല്ലേ. അപ്പോഴാണ് നമ്മളിത് 128 കോടി. ഇപ്പോൾ ആശാ വർക്കറുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ തീരെ ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് അങ്ങനെയല്ല, അവരുടെ കഷ്ടപ്പാടാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സുരേഷ് ഗോപിക്ക് സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം കരുവന്നൂരിൽ ചെയ്തു അദ്ദേഹം, അതുകൊണ്ട് ആശാ വർക്കർമാരുടെയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് ഡൺ, ഒരു പ്രശ്നമില്ലാതെ തീരും. നമുക്കത് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.